Okay, അപ്പോൾ നമ്മൾ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് ആർ ദർ എനി ഡൗൺ സൈഡ്സ് ടു ഇറ്റ്? സോ ഇനീഷ്യലി മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്കെയിലപ്പ് ചെയ്യുമ്പോഴും കൂടുതൽ ഇൻ ടേംസ് ഓഫ് കൺസ്ട്രെയിൻസ് കുറയാറുണ്ട്. ഇനീഷ്യലി നമുക്കുണ്ടായിരുന്നു. ആൾക്കാർ ചോദിക്കും ഈ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കുമ്പോൾ എനിക്കെങ്ങനെ അറിയാം ഇത് കൺസ്യൂമർ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ആണ്, എനിക്കെങ്ങനെ അറിയാം നിങ്ങൾ അത്, പല ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മെൽറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ, അപ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ കാർബൺ എമിഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ യൂസ് ചെയ്യുന്ന മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബീൻ ഡിസൈൻഡ് ആൻഡ് പ്രോട്ടോടൈപ്പ് ഫ്രം സ്വീഡൻ ടു നാസിക് ടു കൊച്ചി ആൻഡ് ഇറ്റ്സ് കോൾഡ് എൻ എക്സ്ട്രൂഷൻ മെഷീൻ. ടു എക്സ്ട്രൂഷൻ മെഷീനിൽ സ്പെസിഫിക് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ രണ്ട് കാര്യമുണ്ട്, മെൽറ്റിങ്ങും ഡീകമ്പോസിഷൻ ഓഫ് പ്ലാസ്റ്റിക്. ഡീകമ്പോസിഷൻ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ കത്തിക്കുമ്പോഴാണ് ശരിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് പുറത്തു പോകുന്നത്. മെൽറ്റിംഗ് അറ്റ് എ സ്പെസിഫിക് പോയിന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഫ്യൂംസ് മാത്രമായിട്ട് വരുള്ളൂ, ശരിക്കും എൻവയൺമെൻറ്റിൽ അത്രയും ബാധിക്കില്ല. ആൻഡ് ദെൻ ദർ ഇസ് എ കൂളിംഗ് മൊഡ്യൂൾ ഓൾസോ നമ്മളുടെ ഈ എക്സ്ട്രൂഷൻ കഴിയുമ്പോൾ മുകളിൽ പോകുമ്പോൾ അത് സ്പെസിഫിക്കലി വാട്ടറിലാണ് പോകുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 2-3 seconds അത് കംപ്ലീറ്റ്ലി ഫില്ലാകുമ്പോൾ അത് വാട്ടറിൽ പോകുമ്പോൾ ദർ ഈസ് നോട്ട് മച്ച് ഓഫ് ഹയർ ഇമ്പാക്ട് കമ്പയർ ടു ഒരു പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കുന്നതോ വേറെ എന്തെങ്കിലും ലാൻഡ് ഫില്ലിടുന്നതോ. സോ അത്രയും സ്പെസിഫിക് മോഡലാണ് നമ്മളൊരു സസ്റ്റൈനബിലിറ്റിയും പ്രൊമോട്ട് ചെയ്യാം ഒരു ഫർണിച്ചർ മോഡലും ആക്കാം. നമുക്ക് കിട്ടുന്ന ട്രാഷ് ഒക്കെ സസ്റ്റൈനബിൾ ട്രഷർ ആക്കി മാറ്റുന്ന ഏരിയ ആണിത്. ബട്ട് ദിസ് ഇസ് ഒരു സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്മോൾ സ്കെയിൽ യൂണിറ്റ് മാത്രമേ ഉള്ളൂ ഇത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സൂരജ് സാറ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് പലതരത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റിനെ ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് റീസൈക്ലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് കളക്ഷൻ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. അതായത് പലതരത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റിനെ കളക്ട് ചെയ്ത് അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് പിന്നത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അതിനെ ക്ലീനിങ് ആണ്. ക്ലീനിങ് ആൻഡ് ഡ്രൈയിങ്, അത് വാഷ് ചെയ്യണം, ഇത് ഡ്രൈ ചെയ്യണം. അങ്ങനെ ഡ്രൈ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റിൽ രണ്ട് തരത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ട്. ഒന്ന് ഹാർഡ് പ്ലാസ്റ്റിക് വേസ്റ്റും സോഫ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റും. അപ്പം നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഹാർഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. അത്തരത്തിലുള്ള ഹാർഡ് പ്ലാസ്റ്റിക് വേസ്റ്റിനെ ഒരു സ്ട്രഡർ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് സ്ട്രെഡ് ചെയ്ത് ഫ്ലേക്സ് ആയിട്ട് കിട്ടും. അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഫ്ലേക്സിന് വേണ്ട ഫർദറുള്ള കളറിങ് പിഗ്മെന്റ്സും പലതരത്തിലുള്ള അഡിറ്റീവ്സും ഒരു നമുക്ക് വേണ്ട ഫോർമുലേഷൻ അനുസരിച്ചുള്ള പല അഡിറ്റീവ്സും ആഡ് ചെയ്ത് അതിനെ ഒരു ഗ്രാനുവൽ ഫോമിലാക്കി മാറ്റും. ഇതാണ് അത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് റീസൈക്കിൾ ഗ്രാനുവൽസ് ആണ്. ഇത്തരത്തിലുള്ള റീസൈക്കിൾ ഗ്രാനുവൽസിന് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മെഷീൻ. ഇതിന് പറഞ്ഞ പേര് എക്സ്ട്രൂഡർ മെഷീൻ എന്നാണ് പറയാം. എക്സ്ട്രൂഡർ ആ. അപ്പോൾ നമുക്ക് വേണ്ട മോൾഡ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു മോൾഡാണ്. പല ഡയമെൻഷനിലുള്ള മോൾഡ് അവൈലബിൾ ആണ്. ലെങ്ത്തും തിക്നെസ്സും വിഡ്ത്തും വ്യത്യാസപ്പെട്ടുള്ള പല മോൾഡും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മോൾഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഗ്രാനുവൽസിനെ ഇവിടെ ഫീഡ് ചെയ്യും. ഫീഡ് കഴിഞ്ഞാൽ ഇതൊരു മെൽറ്റ് പ്രോസസ്സിംഗ് ആണ്. ഇതിന് പറഞ്ഞ വരുന്നത് എക്സ്ട്രൂഷൻ പ്രോസസ്സ്. ഇതൊരു മെൽറ്റ് പ്രോസസ്സിംഗ് ആണ്. നമ്മൾ വേണ്ട ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇത് ഈ മെറ്റീരിയൽ ഹീറ്റ് ചെയ്ത് ഹീറ്റിന്റെ പ്രസൻസിൽ അത് മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്ത് ഒരു സ്ക്രൂ, ഇതിനകത്തൊരു സ്ക്രൂ ആണ്. ആ സ്ക്രൂവിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഇത് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇത് കൂടെ ഈ മോൾഡിൽ ഫില്ലാവും. ഓക്കെ, അങ്ങനെ മോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾഡ് ഫില്ലായി കഴിഞ്ഞാൽ അതിനെ ഇതൊരു വാട്ടർ ടാങ്ക് ആണ്. ഈ ടാങ്കിൽ ഡിപ്പ് ചെയ്യും. അപ്പോൾ അത് കൂൾ ചെയ്ത് സോളിഫൈ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ്സ് മാറേണ്ടിയിരിക്കുന്നു. ബട്ട് സ്റ്റിൽ വീടുകളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുത്ത് കളയുന്നുണ്ട്. വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്? ഓർ സോ ഏറ്റവും സിമ്പിൾ, ഞാൻ പറഞ്ഞ പോലെ അതങ്ങനെ ചെയ്യുന്ന ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് യുവർ ബിഹേവിയർ പാറ്റേൺ. അത് നമ്മളുടെ ഈ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരു 1 million ആൾക്കാർ ഒരു ഏകദേശം കാണുവാണെങ്കിൽ അതിനകത്ത് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു 10% മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഇറ്റ്സ് ഗുഡ് ആ 10% ആൾക്കാർ കണ്ടു, ഇമ്പാക്ട് ചെയ്തു. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിങ്ങൾ എന്ത് സാധനം, എന്ത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്താലും, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മിൽക്കിൻ്റെ പാക്കറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മൊത്തം കട്ട് ചെയ്യാണ്ട് 3/4 കട്ട് ചെയ്യണം. അത് നിങ്ങളുടെ പാത്രത്തിലോ കപ്പിലോ ഒഴിച്ച് കഴിഞ്ഞ് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യും. ആൻഡ് ദെൻ കീപ്പ് ഇറ്റ് അസൈഡ്, അപ്സൈഡ് ഡൗൺ. വെള്ളം കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞാൽ ത്രോ ഇറ്റ് ഇൻ യുവർ റീസൈക്കിൾ പ്ലാസ്റ്റിക്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ സിറ്റീസിലും സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റായിട്ട് ഹരിതകർമ്മസേന, ദെൻ വി ഹാവ് ലോട്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അത് വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് പോയിന്റ്സ് ഉണ്ട്, അത് അവിടെ കളയാം.
സോ ഇറ്റ്സ് വെരി ഈസി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആ ഇനീഷ്യലി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണം, വെള്ളം കഴുകണം, ദാറ്റ്സ് എ ബിഹേവിയറൽ ചേഞ്ച്. അത് മാറണമെങ്കിൽ നമ്മൾ ഇതേപോലെ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്ത് എങ്ങനെയാണ് ആ ബേസിസിൽ ഡ്രിവനായിട്ട് പോകണം. റീല് പല ആൾക്കാരും 100 റീല് കാണുന്നുണ്ട്, പക്ഷെ സസ്റ്റൈനബിലിറ്റി ബേസിസിൽ വന്നു കഴിഞ്ഞാൽ ആരും അതിനകത്ത് വലിയ താല്പര്യം കാണാറില്ല. പക്ഷെ അതാ പറഞ്ഞ 1 സ്റ്റെപ്പ് ചേഞ്ചസ് ഫ്രം ദാറ്റ്. ഇപ്പം നമുക്ക് ഇത്രയും ആൾക്കാർ കത്തിക്കുന്ന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഞാനിപ്പം ഈ പാറ്റേൺ പറഞ്ഞല്ലോ, ഞാൻ മിൽക്ക് എടുത്തു കളഞ്ഞു, അതെടുത്ത് ഞാൻ കത്തിച്ച് കഴിഞ്ഞാൽ അത്രയും ലെവൽ ഓഫ് എഫേർട്ട് കുറഞ്ഞു. അതാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. കത്തിച്ചാൽ പോരെ, ഇല്ലെങ്കിൽ കളഞ്ഞാൽ പോരെ, ആരാണ് നോക്കാൻ പോകുന്നത്, ഞാൻ മാത്രമല്ല ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. സോ അവിടെയാണ് ഫസ്റ്റ് ഇമ്പാക്റ്റ് വരേണ്ടത്, വീട്ടിൽ തന്നെ. ആൻഡ് ദെൻ കുട്ടികൾ ആണ് ഇതെല്ലാം കാണാൻ പോകുന്നത്, കുട്ടികളാണ് വളർന്നു വരുന്നത്. അപ്പോൾ പാരൻസ് ആണ് കുട്ടികളോട് പറയേണ്ടത്, പ്ലാസ്റ്റിക് കഴിക്കുമ്പോൾ പുറത്തിപ്പോൾ വണ്ടി ട്രാവൽ ചെയ്യുവാണെങ്കിൽ കീപ്പ് ഇറ്റ് ഇൻ യുവർ ബാഗ്. വീട്ടിലൊരു ഡസ്റ്റ്ബിൻ ഡെഫിനറ്റ്ലി എല്ലാവരുടെ വീട്ടിലുണ്ടാവും, 2 സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുക, അത് അതിനകത്ത് കളയാം. ആഴ്ചയാകുമ്പോൾ ക്ലീനപ്പിന് വേണ്ടി വരുന്നുണ്ട് ആൾക്കാർ, അവർക്ക് കൊടുക്കാം. സോ ദിസ് ഈസ് ദ പ്രോസസ്. ആ ബിഹേവിയറൽ ആൾക്കാർ മാറ്റിയ ലോട്ട് ഓഫ് ഇമ്പാക്ട് ഇത് നിങ്ങൾക്ക് ഹാപ്പൻ. ദ റോഡ് ഇസ് ലോങ്, ബട്ട് നമ്മൾ തന്നെ നമ്മൾ ആ ഇനീഷ്യേറ്റീവ് എടുക്കാൻ നമ്മൾ വില്ലിങ് ആവണം. കറക്റ്റ്. സോ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനാണ്. വാട്ട് ഓൾ ക്യാൻ ദ സൊസൈറ്റി ഡു ടു സപ്പോർട്ട് യു, അല്ലെങ്കിൽ വാട്ട് ക്യാൻ വി ഡു ടു ഫൈൻഡ് യു, എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, വാട്ട് ക്യാൻ ബി ഇനീഷ്യേറ്റ്, ആ ഒരു അതിനെപ്പറ്റി ഒന്ന് പറയാം. സോ നമ്മളെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡെയിലി മെട്രോ കമ്മ്യൂട്ടേഴ്സ്, ഡെയിലി വീക്ക്ലി മോൾ ഗോവേഴ്സ്, ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, ട്രിവാൻഡ്രം ഉള്ള എല്ലാ മോൾസിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ആൻഡ് സിറ്റ് ഇൻ അവർ ബെഞ്ച്. സോ എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു സിറ്റ് യു തിങ്ക് ഓക്കെ, ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ മര്യാദയ്ക്ക് കളയായിരുന്നെങ്കിൽ ഒരു ഫേർണിച്ചർ പോലെ എവിടെയോ കാർബൺ ആൻഡ് വെയിൽ വെക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇനീഷ്യലി എന്നോട് ചോദിച്ച പോലെ എങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് ആൾക്കാരെ കൊണ്ട്, ജനങ്ങൾ ബെഞ്ചിൽ ഇരുന്നോട്ടെ, 2 വർഷം 3 വർഷം ഇരിക്കുമ്പോൾ, ഞാൻ ഇരിക്കുമ്പോൾ എനിക്കൊരു കംഫർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ആണെങ്കിലും they will start valuing it. So that is the first thing. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ പോലെ we are focusing lot of activities. ഞാൻ പറഞ്ഞ പോലെ 1 million kilogram പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ഉത്തരവാദിത്തം, ഒരു കംപ്ലീറ്റ് ഒരു ജേർണി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇത്രയും കുറഞ്ഞു. നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ചെയ്യുന്നുണ്ട്. ഇഫ് യു ക്യാൻ സെർച്ച് ബൈ കാർബൺ ആൻഡ് വെയിൽ, ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. അവിടെ ഞങ്ങളുടെ മെയിൽ ID, വി ഹാവ് അവർ കോൺടാക്ട് ഡീറ്റെയിൽസ്, വി ഹാവ് അവർ വെബ്സൈറ്റ്. സോ എല്ലാം കാർബൺ ആൻഡ് വെയിലിനാണ് നമ്മൾ വരുന്നത്. സോ പീപ്പിൾ ക്യാൻ ഗോ ആൻഡ് സെർച്ച് ഓൺ ടു ഇറ്റ്, സപ്പോർട്ട് us there ബൈ ഇപ്പം നമ്മളുടെ വീഡിയോസൊക്കെ സ്പെസിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ കോളേജസിലും മോൾസിലും അതുപോലെ തന്നെ പുതിയ അവയർനെസ് രീതിയിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്, കുട്ടികളുടെ കൂടെ ചെയ്യുന്ന കാര്യമാണ് നമ്മളവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് പീപ്പിൾ ടുമോറോ വാല്യൂ പ്ലാസ്റ്റിക് വേസ്റ്റ്. സോ യു ക്യാൻ റീച്ച് us there. Okay, sir. Thank you so much for giving your valuable time with us. Thank you. The road is long, but your initiative മുന്നോട്ട് പോകട്ടെ, കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you.